ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ അൽ ബഖറ സൂറത്തിൽ മുഹമ്മദ് ഇസ്രായേലിയരോട് പോയിട്ട് അവരുടെ കഥ പറയുന്ന കോമഡിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിന് ഇവിടുന്ന് കിട്ടിയ പൊട്ടും പൊടിയും വെച്ച് മുഹമ്മദ് വളരെ വികരമായ രീതിയിൽ ജൂതന്മാരോട് അവർക്ക് നന്നായി അറിയാവുന്ന അവരുടെ കഥ പറഞ്ഞ് അവരുടെ മുമ്പിൽ പരിഹാസ്യനാകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഥ പറച്ചിൽ തുടരുകയാണ്. ഇനി നമ്മൾ 60-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. 60. മൂസാ നബി തൻ്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിനപേക്ഷിച്ച സന്ദർഭം. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറമേൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമെടുക്കുവാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളായി തീരരുത്. ഇതാണ് കഥ പറച്ചിലെ ഒരു കഷ്ണം. ഇത് ബൈബിളിൽ 2-3 സന്ദർഭങ്ങളിലായിട്ട് വരുന്ന ഒരു കഥയാണ്. പല സന്ദർഭങ്ങളിലും വെള്ളം കിട്ടാതായപ്പോൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പരാതി പറയുകയും മോശ അത്ഭുത വഴി കൊണ്ട് പാറമ്മൽ അടിച്ചുകൊണ്ട് വെള്ളം വരുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന കഥകൾ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായം ഞാൻ വായിക്കാം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തു എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നായി ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് അവർ പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാനെന്തു ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകാം. ഞാൻ ഹോരോബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകയും മോശെ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ്സാ എന്നും മെരീബ എന്നും പേരിട്ടു. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്നു ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇനി കഥ വേറൊന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വെള്ളം ഉണ്ടാക്കിയ കഥ ഇങ്ങനെയാണ് ബൈബിളിൽ ഒരു സ്ഥലത്ത് പറയുന്നത്, വേറൊരു സ്ഥലത്ത് വേറെ രീതിയിലും പറയുന്നുണ്ട്. ഈ കഥയാണ് മുഹമ്മദ് ഇവിടെ എടുത്തിട്ട് യൂതന്മാർക്ക് വിളമ്പിക്കൊടുക്കുന്നത്. ഇവിടെ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന യഹോവ എത്ര ചെറിയൊരു പടച്ചവനാണ് എന്നുള്ളത് ഈ ഒരു വിവരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മൂപ്പര് പറയുന്നത്, ഞാനൊരു പാറപ്പുറത്ത് കയറി നിൽക്കും, അപ്പം നീ ആ പാറപ്പുറത്ത് മറ്റേ വടി കൊണ്ട് അടിച്ചാൽ മതി, അപ്പം എനിക്ക് ആവശ്യമില്ല വെള്ളം കിട്ടുമെന്നാണ്. ഇങ്ങനെ വളരെ ചീളുകേസിലൊക്കെ ഇടപെട്ടുകൊണ്ട് വെള്ളം കിട്ടാത്തപ്പോൾ വെള്ളം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും തിന്നാൻ കിട്ടാത്തപ്പോൾ തിന്നാളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അപ്പം അവരെ പിടിച്ച് ശിക്ഷിച്ചുകൊണ്ടും ഇവരുടെ കൂടെ ഇങ്ങനെ പോവുകയാണ് ഈ യഹോവ എന്ന് പറയുന്ന കുട്ടി പഠിച്ചോ. ആ ചിത്രം നമുക്ക് ബൈബിളിലുടനീളം കാണാം. ഇനി മുഹമ്മദ് തൻ്റെ പൊട്ടുംപൊടി കഥ തുടരുകയാണ്. 61. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളും. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. അവരുടെ മേൽ നിന്ദ്യതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണത് സംഭവിച്ചത്. ഇത് ബൈബിൾ കഥയിലെ വേറെ ഒരു സംഭവമാണ്. ഇടക്കിടക്ക് ഇതുപോലെ ഈ ഇസ്രായേലിയർ അവരുടെ പയ്യരങ്ങൾ അവരുടെ പ്രവാചകരോടും ദൈവത്തിനോട് പറയുകയും അങ്ങനെ അതിന് പരിഹാരം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അത് പോരാതെ വരികയും അവർ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അങ്ങനെ യഹോവയെ പ്രകോപിപ്പിക്കുകയും
കോപിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ അതിനൊക്കെ യഹോവ അവരെ ശിക്ഷിക്കുന്നു. മോശെ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഇടങ്ങാറാവുന്നു. ഇതൊക്കെയാണ് ബൈബിളിൽ പറയുന്ന കഥകൾ. അപ്പോൾ ഈ കഥ ആദ്യം ഭക്ഷണമൊന്നും കിട്ടാത്ത സമയമായപ്പോൾ ഇവർക്ക് മന്ന എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കി കൊടുത്തു. അതൊരു ധാന്യം പോലെ ഒരു സാധനമാണ്. അത് പൊടിച്ച് ഒരു ഇഷ്ടം പോലെ അപ്പം ഉണ്ടാക്കി തിന്നു, കുറേ സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ അത് തിന്ന് മടുത്തപ്പോൾ അവർക്ക് മന്ന പോരാ, അവർക്ക് ഇറച്ചി കിട്ടണം, മീൻ കിട്ടണം, പച്ചക്കറികൾ കിട്ടണം, ഇത് വൈവിധ്യങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞവർ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോഴേക്കിന് യഹോവയ്ക്ക് ദേഷ്യം പിടിച്ചു, മോശയ്ക്കും ദേഷ്യം പിടിച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവരെ ധിക്കാരത്തിന് അവരെ ശിക്ഷിക്കുന്നുമുണ്ട്. ഇതാണ് കഥ. ബൈബിളിൽ ഈ കാര്യം പറയുന്നത് സംഖ്യാപുസ്തകത്തിലെ 11-ാം അധ്യായത്തിലാണ്. അത് ഞാൻ വായിക്കാം. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് വിറുവിറുത്തു. യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബീര എന്ന് പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാരു തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങിയ അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. ജനം കുടുംബമായി ഓരോരുത്തർ താന്താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരയുന്നതുവരെ മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞു, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചതെന്ത്? മുലകുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെ ഒക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് ഇവിടെ നിന്ന് ഇറച്ചി കിട്ടും. അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അധികാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽ വിചാരന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്നു നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നു. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, ഒരു മാസം മുഴുവനും തന്നെ. അത് നിങ്ങളുടെ മൂക്കിൽ കൂടെ പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനും ഒരുപോലെ നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശെ, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്നാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയെ ചെന്നു യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. എന്നാറേ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവാസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ലതാനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേധാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവരായിരുന്നുവെങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു.
അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്നു എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്നറിയിച്ചു. എന്നാറെ നൂനിന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എൻ്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശെ അവനോട്, എന്നെ വിചാരിച്ചു നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോടും ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനായും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവർ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനടിയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരായി. കിബ്രോത്ത് ഹത്താവ വിട്ട് ജനം ഹസേരാത്തിലേക്ക് പുറപ്പെട്ടു ചെന്നു ഹസേരാത്തിൽ പാർത്തു. ഇതാണ് ഇറച്ചി ഉണ്ടാക്കി കൊടുത്ത കഥ. ഈ മന്ന എന്ന് പറയുന്ന സാധനം തിന്ന് മടുത്തപ്പോൾ ആൾക്കാർ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇറച്ചി മീൻ കൂട്ടി. അവർക്ക് ഇറച്ചി വേണം, അവർക്ക് പച്ചക്കറികൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ യഹോവ ദേഷ്യപ്പെട്ടു. മോശെ യഹോവയോട് ഒരുപാട് പയ്യരം പറഞ്ഞു, എന്തിനാണ് എന്നെ ഇടങ്ങാറാക്കുന്നത്, എൻ്റെ തലയിൽ എന്തിനാണ് ഇതൊക്കെ വെച്ചിട്ട്, ഞാൻ ഇവരൊന്നും വെറ്റിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പയ്യരം പറഞ്ഞ് യഹോവനെ പിരികേറ്റി. അങ്ങനെ അവസാനം യഹോവ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. അവിടെ 70 പേർക്ക് ചുമതല വീതിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കാരണം എല്ലാ ഭാരം കൂടി എന്നെക്കൊണ്ട് ഈ 6 ലക്ഷം പേരുടെ ഭാരം എന്നെക്കൊണ്ട് കയറാൻ വയ്യ എന്ന് പരാതി പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് 70 പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കും കൂടെ ഈ നേതൃത്വത്തിൻ്റെ ആത്മാവ് പകർന്നു നൽകി അവരെ ചുമതലകൾ വിധിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. വേറെ സ്ഥലത്ത് ആദ്യം പറഞ്ഞത് ഈ ചുമതലാ വിഭജനത്തിൻ്റെ ജനാധിപത്യ പാഠമൊക്കെ ഈ മോശയെ പഠിപ്പിക്കുന്നത് മോശയുടെ അമ്മോശാക്കയാണ്. അങ്ങനെ അമ്മോശാക്ക പറഞ്ഞു കൊടുത്ത വിദ്യയാണിത്. ഇത് ഇവിടെ അമ്മോശാക്ക പറഞ്ഞു കൊടുക്കുന്നില്ല, ഇവിടെ യഹോവ തന്നെ അത് ഏറ്റെടുത്തിട്ട് പറയുന്നതാണ്. അങ്ങനെ ചുമതലാ വിഭജനമൊക്കെ നടത്തിയതിന് ശേഷം ഈ 70 പ്രതിനിധികളെ വിളിച്ചു വരുത്തി പിന്നെ മൂപ്പര് കറാമത്ത് കാണിക്കുകയാണ്. ആ കറാമത്ത് കാണിക്കുമ്പോൾ കടലിൽ നിന്ന് കാടപ്പക്ഷികളുമായിട്ട് കൂട്ടത്തോടെ വന്നിട്ട് ഇവരുടെ മുമ്പിൽ നിലത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ആട്ടിപ്പിടിച്ച് ഈ കാടപ്പക്ഷികളെ മുഴുവൻ പിടിച്ച് അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് അത് ഉണക്കി പിന്നെ മൂക്കറ്റ ഇറച്ചി തിന്നുന്ന കഥയാണ്. പക്ഷേ ഇറച്ചിയൊക്കെ ഇറക്കി കൊടുത്തപ്പോഴും യഹോവയ്ക്ക് കോപം മാറിയിട്ടില്ല. യഹോവ എന്ത് ചെയ്തു? ഇവർ ഈ അത്യാർത്ഥി കാണിച്ചല്ല, കൊടുത്തത് പോരാ, ഇനിയും വേണമെന്നും ആവശ്യപ്പെട്ടല്ല. ആ ഒരു ധിക്കാരത്തിന് ശിക്ഷയായിട്ട് മഹാമാരി കൊണ്ട് അവരെ അങ്ങ് തകർത്ത് കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ബൈബിളിലെ കഥ. ഇതിൻ്റെ പൊട്ടും പൊടിയാണ് മുഹമ്മദ് കേട്ടിട്ട് പുനരവതരിപ്പിക്കുന്നത്. ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞ സന്ദർഭം മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങളൊരു പട്ടണത്തിൽ ചെന്ന് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. അവരുടെ മേൽ നിന്ദ്യതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടും. അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായി തീരുകയും അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് അത് സംഭവിച്ചത്. ഇവിടെ ഈ ബൈബിൾ കഥ എല്ലാം അങ്ങനെ എവിടത്തൊക്കെയോ കേട്ട് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ മുഹമ്മദിൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ 8 കാലി മമ്മൂഞ്ഞായിട്ട് അള്ളാഹുവിനെ കൊണ്ടുവന്ന് തിരികെയാണ് യഹോവയുടെ സ്ഥാനത്ത്. യഹോവ അള്ളാഹുവിനേക്കാളും ചെറുതാണെന്നുള്ള കാര്യം മറന്നിട്ട് പിന്നെ മുഹമ്മദ് യഹോവനെ അള്ളാഹു ആക്കിയിട്ട് വലുതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത വാക്യം 62. വിശ്വസിച്ചവരോ യഹൂദ മതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇത് നല്ല ഒന്നാന്തര ഒരു കോമഡിയാണ്. ഇവിടെ യഹൂദരോട് അവരുടെ കഥ എങ്ങനെ കളമൂത്രം പോലെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അതുമായി യാതൊരു യോജിപ്പുമില്ലാത്ത, അതിൽ പറഞ്ഞു വരുന്ന കഥയുടെ നേർവിപരീത ആശയമുള്ള
ഈ ഖുർആനിലൂടെ മുഹമ്മദ് 23 കൊല്ലം എന്താശയമാണോ പറഞ്ഞത് ആ ആശയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ബേസിക് സിദ്ധാന്തത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ വിരോധാഭാസം ഈ കഥപറച്ചിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് തിരികിയിരിക്കാം. ഇത് ഇവിടെ തിരികേൻ്റെ കൂടെ ഇതേ സാധനം ഇതേ സന്ദർഭത്തിൽ ഒരൊറ്റ പ്രാവശ്യം മുഹമ്മദ് വെളിപാടായി പറഞ്ഞ ഇതേ സാധനം വേറൊരു അധ്യായത്തിലും ഇതുപോലെ തിരികെ വെച്ചിട്ടുണ്ട്. അൽ-മാഇദ എന്ന് പറയുന്ന അധ്യായത്തിൽ 79ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെയും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സാധനം? ഇത് എന്താണ് സാധനം എന്നത് ഇസ്ലാമിൻ്റെ ലോകത്ത് മുസ്ലിം വ്യാഖ്യാതാക്കൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ വല്ലാതെ കുഴപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ്. കുഴപ്പിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ഇത് തീരുമാനം എടുത്തത് എന്താ വെച്ചാൽ യഥാർത്ഥം മറച്ചു വെക്കുക, എന്നിട്ടൊരു നുണയിട്ട് കാച്ചുക എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ആധുനിക കാലത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഈ സാധനത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞ മുഹമ്മദ് ഇങ്ങനൊരു വെളിപാട് അബദ്ധത്തിൽ പറഞ്ഞു പോയതിൻ്റെ സന്ദർഭം നമുക്ക് ലഭ്യമാണ്. വാഹിദിയുടെ തഫ്സീറിൽ ആ സന്ദർഭം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പും ചില സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താ സന്ദർഭം നോക്കുക. അതിനു മുമ്പ് നോക്കി വാചകം ഒന്നുകൂടെ വായിക്കാം. ഖുർആനിൽ ഇത് ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീൻ മൻ ആമന ബില്ലാഹി വയൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫു അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ വാക്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഭാഷാർത്ഥം നമ്മൾ പരിശോധിച്ചാൽ ഇതിന് വ്യാഖ്യാനമായി ഇന്ന് തഫ്സീറുകളിലും എഴുതി വെച്ചിട്ടുള്ളതെല്ലാം പച്ചക്കള്ളമാണെന്നും യഥാർത്ഥ വസ്തുത മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഞാണിന്മേൽ കളിയാണ്, അഭ്യാസമാണ് എന്നും മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നത്? നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും മുഅ്മിനീങ്ങൾ, അതാരാണ്? മുഹമ്മദിൻ്റെ കൂടെ വിശ്വസിച്ച് കൂടിയ മുസ്ലിങ്ങൾ, അവരും യഹൂദികളും നസറാണികളും സാബികളും ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്ക് രക്ഷിതാവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു പേടിയില്ല, അവർ വ്യസനിക്കുകയുമില്ല. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ വളരെ ക്ലിയറാണ് കാര്യം. പറയുന്നത് എന്താണ്? നാരായണഗുരു പറയുന്ന സാധനമാണ് പറയുന്നത്. മതം ഏതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി, ഇവർ പേടിക്കൊന്നും കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ മുഅ്മിനീങ്ങളോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് യഹൂദരെയും ക്രിസ്ത്യാനികളെയും സാബികളെയും പറയുന്നത്. അപ്പോൾ ആരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, ഒരൊറ്റ ഉപാധിയുള്ളൂ മോക്ഷം കിട്ടാൻ. എന്താ ഉപാധി? ദൈവത്തിൽ വിശ്വസിക്കണം, പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്ന് പറയുന്നേയില്ല. മുഹമ്മദ് നബി പറയുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്നേയില്ല. അതൊക്കെ വിശ്വസിക്കുന്നവരെ കുറിച്ച് ആദ്യം പറഞ്ഞു. അവർക്ക് ഏതായാലും മോശമുണ്ട്, മുഅ്മിനീങ്ങൾക്ക് മോശമുണ്ട്. അതിന് പുറമെ യഹൂദർക്കും മോശമുണ്ട്, ക്രിസ്ത്യാനിക്കും മോശമുണ്ട്, സാബികൾക്കും മോശമുണ്ട്. ഈ സാബികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണെന്നൊക്കെ ചിലർ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. സാബികൾ എന്ന് പറയുന്നത് അന്നത്തെ പാർസി, ഈ പേർഷ്യൻ മതക്കാരാണ്, അഗ്നി ആരാധകരാണ്. ആ മതക്കാർക്ക് വരെ പേടിക്കേണ്ട മോക്ഷമുണ്ട്, അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല എന്നാണ് ഈ പറഞ്ഞത്. ഒറ്റ ഉപാധിയെ പറയുന്നുള്ളൂ: ദൈവത്തിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. മുഹമ്മദിൽ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, മുഹമ്മദ് കൊണ്ടെന്ന ഖുർആനിൽ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, മുസ്ലിമീങ്ങളെപ്പോലെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് ഏത് മതക്കാരായാലും ഈ രണ്ട് ഉപാധി ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും എന്നാണ് പറഞ്ഞത്. ഇതേ സാധനം, ഇതേ വാചകം ഒരു വ്യത്യാസവും ഇല്ലാതെ വേറൊരു അധ്യായത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ യഹൂദന്മാരോട് അവരുടെ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, എൻ്റെ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കഥ കാളമൂത്രം പോലെ വിവരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇങ്ങനൊരു സാധനം വന്നു പെട്ടത്? അതാണ് അത്ഭുതം. അത് മുഹമ്മദിന് പറ്റിയ ഒരു യമണ്ടൻ അമളിയാണ്. ഏതുപോലെ മുമ്പ് ഖുറൈശികളുടെ മുമ്പിൽ ഇരുന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ശരിയാണെന്ന് തോന്നി ലാത്തയും ഉസയും മനാത്തയും ഒക്കെ നല്ല മുന്തിയ പടച്ചവന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കിയതുപോലെ മുഹമ്മദിനെ പറ്റിയ
ഒരു അബദ്ധമാണ്. അത് പിന്നീട് പ്രശ്നമായപ്പോൾ മുഹമ്മദിന് തന്നെ അബദ്ധമായത് മനസ്സിലായപ്പോൾ അത് ചെകുത്താൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് തിരുത്തി. പക്ഷെ ഇത് മദീനയിലെ പുതിയ സാഹചര്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമാവേണ്ട ഒരു സാഹചര്യം അവിടെ മുഹമ്മദിന്റെ മുമ്പിൽ വന്നില്ല എന്നതുകൊണ്ട് ഈ അബദ്ധം മുഹമ്മദിനെ തിരിച്ചറിയാനോ ഇത് ചെകുത്താൻ്റെ തലയിൽ വെച്ച് കെട്ടി ഒഴിവാക്കാനോ അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ച പൊട്ടന്മാർ ഇത് തീർത്തും അനവസരത്തിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തിരികെ ചേർത്തു. ഒരിക്കലും ഈ അധ്യായത്തിന്റെ ഉള്ളിൽ ഇത് ചെതുകാനേ പാടില്ല. കാരണം ഈ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നേരെ വിരുദ്ധമാണ് ഈ ആശയം. 23 കൊല്ലം മുഹമ്മദ് വെളിപാടായി പറഞ്ഞത് എന്തോ അതിന് നേരെ വിരുദ്ധമാണ് ഈ ആശയം. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ അടിത്തറ തകർക്കുന്ന ആശയമാണ്. എല്ലാ മതക്കാർക്കും മോക്ഷം കിട്ടും, ഏത് മതത്തിൽ വിശ്വസിച്ചാലും മോക്ഷം കിട്ടും, അവർ സൽക്കർമ്മം ചെയ്താൽ മതി, പഠിച്ചോളിൽ വിശ്വസിച്ചാൽ മതി, അന്ത്യദിനത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ മുഅ്മിനീങ്ങളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളും വേറെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ സർവമത സത്യവാദമാണത്. ഇത് ആധുനിക കാലത്തെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മതത്തെയൊക്കെ പരിഷ്കരിക്കാൻ നടക്കുന്ന ആളുകൾ, ചേകനൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഇന്നത്തെ മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഈജിപ്തിലും സിറിയയിലും ഒക്കെയുള്ള കുറേ പുരോഗമനവാദികളായിട്ടുള്ള ഖുറാനിസ്റ്റുകൾ, ഇവരൊക്കെ ഇത് പൊക്കി കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഖുർആനിൽ സർവ്വമത സത്യവാദമാണ്, ഞങ്ങൾ മതേതരമാണ്, ഞങ്ങൾ സെക്കുലറാണ് എന്ന് പറയാൻ ഈ സാധനം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഖുർആനിൽ മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയ ഒരു നിധിയാണിത്. ചേകനൂർ മൗലവി ഈ 2 ആയത്തും കൂടെ ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അച്ചടിച്ചിട്ടാണ് സർവ്വമത സത്യവാദം ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയത്. ആ പുസ്തകം എഴുതി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് ചുട്ടുന്നത്. അപ്പോൾ സർവ്വമതവും സത്യമാണ് എന്ന് പറയുന്നതോടുകൂടി ഖുർആൻ പൊളിഞ്ഞു, ഇസ്ലാം പൊളിഞ്ഞു, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു. കാരണം ഈ ഖുർആനിൽ ഉടനീളം എന്താ പറയുന്നത്? അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം ഇസ്ലാമേ ഉള്ളൂ. മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കാത്തവർ ആരായാലും ശരി, അവർക്ക് ഒരു രക്ഷയില്ല, നരകത്തിലെ വിറകാണവര്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ജൂതന്മാരോട് അക്കാര്യം അവരുടെ കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാളമൂത്ര പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്ന് തിരികെ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദിന് പറ്റിയ അമളിയാണ്. ആ അമളി തിരിച്ചറിയാത്ത വിഡ്ഢികളായിട്ടുള്ള ഖുർആൻ ക്രോഡീകർത്താക്കൾ ഇതിനകത്ത് അനാവശ്യമായിട്ടും അനവസരത്തിലും ആസ്ഥാനത്തും തിരികെ ചേർന്നതാണ്. ഇത് ഖുർആനിലെ ഏറ്റവും വലിയ യമണ്ടൻ വൈരുദ്ധ്യമാണ്. ഇതിലും വലിയ വൈരുദ്ധ്യം ഇനി വരാനില്ല. കാരണം എന്തിനു വേണ്ടിയാണോ ഖുർആൻ വന്നത്, എന്തിനു വേണ്ടിയാണോ ഇസ്ലാം വന്നത്, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയം ഇതേ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു. എങ്ങനെയാണ് വന്ന് പെട്ടത്, ഇതെങ്ങനെ വന്നു പെട്ടു എന്നതിൻ്റെ സന്ദർഭം വായിക്കുമ്പോഴാണ് നമുക്ക് മുഹമ്മദ് ആയത്തുകളിറക്കിയുന്നതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള സന്ദർഭവും മണ്ടത്തരവും ബോധ്യപ്പെടുക. നേരത്തെ നമ്മൾ ചെയ്ത്താൻ ആയത്തിറക്കിയ സന്ദർഭം നമ്മൾ പറഞ്ഞു. കാരണം മുഹമ്മദ് സമ്മർദ്ദത്തിലായതാണ്. ഖുറൈശികൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് മുഹമ്മദിന് തന്നെ ന്യായമെന്ന് തോന്നാവുന്ന രീതിയിൽ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ മുഹമ്മദിന്റെ മനസ്സ് ചാഞ്ചാടുകയും അതുവരെ പറഞ്ഞിരുന്ന ആശയത്തിന് വിരുദ്ധമായിട്ട് ലാത്തെ ഹുസൈൻ മനാത്തിയൊക്കെ നല്ല പഠിച്ചവന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കുകയും ചെയ്തു. അവസാനം പിന്നെ അത് ചെയ്ത്താൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഒഴിവാക്കേണ്ടി വന്നു. ഇവിടെ അതേപോലെയുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിൽ മുഹമ്മദ് അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞ മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സന്ദർഭം മിണ്ടുന്നില്ല. ഒരൊറ്റ ആധുനിക തഫ്സീറുകളിലും മലയാള പരിഭാഷകളിലും ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്താണ് എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധത്തിൽ അതിനെ വളച്ചൊടിച്ചിട്ട് വേറെ സന്ദർഭമാക്കി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഥ പറയുന്നതിന്റെ സന്ദർഭത്തിലാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പറയേണ്ടത് അങ്ങനെയല്ല. ഇവർ വ്യാഖ്യാനിക്കുന്നതാണ് ഇതിന്റെ ആശയമെങ്കിൽ പറയേണ്ടത് ഒരിക്കലും ഈ വാചകം ഉപയോഗിച്ചിട്ടല്ല. ഇവരെന്താ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ജൂതന്മാർക്കും ഒരു ഗമ ഉണ്ടായിരുന്നു, അവരെ മതത്തിൽ കൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന്. ആ ഗമ ഇല്ലാതാക്കിയിട്ട് അവരുടെ മതത്തിലൂടെ മാത്രമല്ല ഏത് മതത്തിൽ നിന്നായാലും ഈ മതത്തിലേക്ക് വരുന്നവർക്ക് മോക്ഷം കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന ആ ഒരു വാക്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇസ്ലാമിനെ മൊത്തം കുത്തിത്തിരികിയിരിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വന്നിട്ട് മുഹമ്മദിൽ വിശ്വസിച്ചിട്ട് സൽക്കർമ്മം ചെയ്യുക എന്നുള്ള അർത്ഥമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആയത്ത് ഖുർആനിൽ ഇറങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. തീർത്തും അപ്രസക്തമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണിത്.
ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോക്ഷമുള്ളൂ എങ്കിൽ അത് ഖുർആൻ ഉടനീളം പറഞ്ഞു പോയ കാര്യമാണ്. അവിടെ ഇങ്ങനെ യഹൂദനും ക്രിസ്ത്യാനിക്കും മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് വേറെ ആയത്തിറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയത്തിറക്കി കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിനത് വിരുദ്ധമായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഇന്ന് ഈ മുഫസ്സിറുകൾ കിടന്നിട്ട് ഞാണിന്മേൽ കളിച്ച് ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ എന്താണ് അതിൻ്റെ സന്ദർഭം എന്ന് വാഹിദി തഫ്സീറിൽ നിന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഥാപാത്രം സൽമാനുൽ ഫാരിസാണ്. സൽമാനുൽ ഫാരിസ് എന്ന് പറയുന്ന മദീനയിലുണ്ടായിരുന്ന സഹാബി മുഹമ്മദിൻ്റെ കൂടെ വിശ്വസിച്ച് കൂടെ കൂടിയതായിരുന്നെങ്കിലും അയാൾക്ക് ആത്മബന്ധം ഉണ്ടായിരുന്നത്, ബിസിനസ് ബന്ധം ഉണ്ടായിരുന്നത്, കുടുംബപരവും സൗഹൃദപരവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് മദീനയിലെ ജൂതഗോത്രക്കാരുമായിട്ടും അവിടുത്തെ ജൂത പുരോഹിതന്മാരുമായിട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ജൂത പുരോഹിതന്മാരുടെ പോരിശ ഇയാൾ ഉൾക്കൊള്ളുകയും അവർ വളരെ നല്ല മനുഷ്യരാണെന്നും അവർ ചെയ്യുന്നതെല്ലാം വളരെ ഉത്കർഷമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഈ സൽമാനുൽ ഫാരിസ് വിശ്വസിച്ചിരുന്നു. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ സൽമാനുൽ ഫാരിസ് വന്നിട്ട് മുഹമ്മദിനോട് ഈ ജൂത പുരോഹിതന്മാരുടെ പോരിശ എങ്ങനെ പറയും. അവർ നല്ല മനുഷ്യന്മാരാണ്, അവർക്ക് നല്ല അറിവുണ്ട്, അവർ നല്ല കൾച്ചറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ പുകഴ്ത്തി പറയും. ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് നെറ്റി ചൊളിച്ചിട്ട് പറയും അവരൊക്കെ നരകത്തിലെ വിറകാണ് എന്ന് പറയും. അങ്ങനെ അവർ നരകത്തിലെ വിറകാണെന്ന് പറയുമ്പോൾ സൽമാനുൽ ഫാരിസിൻ്റെ മൂഡ് നഷ്ടപ്പെടുകയും അയാൾ വളരെ വിഷണ്ണനായിട്ട് മൂകനായിട്ട് ദുഃഖത്തോടു കൂടി മുഖം താഴ്ത്തിയിരിക്കുകയും ചെയ്യും. അത് പല സന്ദർഭങ്ങളിൽ ഉണ്ടായപ്പോൾ മുഹമ്മദിന് അതൊരു മാനസിക വിഷമം തോന്നി. കാരണം സൽമാൻ മുഹമ്മദിന് അത്രയും ആവശ്യമുള്ള ആളായിരുന്നു. കാരണം സൽമാനാണ് മുഹമ്മദിന് പലപ്പോഴും ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാൾ. അപ്പോൾ സൽമാനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, സൽമാനാണെങ്കിൽ ജൂതന്മാരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ജൂതന്മാരെ എങ്ങനെയെങ്കിലും മുഹമ്മദുമായി കൂട്ടിക്കെട്ടിയിട്ട് ഒരു പാലം കെട്ടാനുള്ള ശ്രമമാണ് അവിടെ സൽമാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മുഹമ്മദിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ജൂതന്മാരോട് കടുത്ത പകയുണ്ട്. കാരണം മുഹമ്മദിന് ആ പരിപ്പാടെ വേവില്ല ജൂതന്മാരെടുത്ത് നിന്ന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ജൂതന്മാരെ കൊന്നൊടുക്കലും നാട് കടത്തലും അവർ നശിപ്പിക്കലും ഒക്കെ മുഹമ്മദിൻ്റെ മനസ്സിലൊരു ഭാഗത്ത് കിടപ്പുണ്ട്. പക്ഷേ അത് സൽമാനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൽമാനെ തൽക്കാലം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് തട്ടിവിട്ട ഒരു ബഡായിയാണ് ഈ 62-ാം ആയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞതാണ് ജൂതന്മാരാകട്ടെ. അത് മുഹമ്മദ് ആദ്യം സ്വയം പറഞ്ഞു അവർ നരകത്തിലെ വിറകായിരിക്കുന്നു. അപ്പോൾ സൽമാൻ മൂഡൌട്ടായിരിക്കുന്നത് കണ്ടപ്പോൾ സൽമാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ പേരിൽ ഒരു ആയത്തം ഇറക്കി. ആ ആയത്താണ് ഇത് സാധനം. എന്താ ആയത്തിറക്കിയത്? ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അതൊക്കെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും, ബേജാറാവണ്ട. ഇതിനെക്കുറിച്ച് സൽമാൻ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ നിന്നൊരു മല അങ്ങോട്ട് ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസം എനിക്ക് തോന്നി എന്ന് സൽമാൻ പറയുന്നതായിട്ട് ഈ വാഹിദി തഫ്സീറിലെ സന്ദർഭം വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സൽമാൻ്റെ മൂഡൌട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, സൽമാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തൽക്കാലം മുഹമ്മദ് മനഃശാസ്ത്രപരമായിട്ടൊരു വെടി പൊട്ടിച്ചതാണിത്. പക്ഷെ അവിടെ മുഹമ്മദ് ഈ 23 കൊല്ലം താൻ പറഞ്ഞു കിടന്ന സംഭവത്തിന് എതിരാണിത് എന്നതോ തൻ്റെ ആശയത്തിനും തൻ്റെ മതത്തിനും തൻ്റെ ഐഡിയോളജിക്കും കട്ടയ്ക്ക് കത്തിവെക്കുന്ന ആശയമാണ് ഇതെന്നൊന്നും ചിന്തിച്ചില്ല. തൽക്കാലം സൽമാനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിന് മുഹമ്മദ് പറഞ്ഞു പോയ യമണ്ടൻ അബദ്ധമാണ്. ആ അബദ്ധം ഖുർആനായത്തായി വന്നതുകൊണ്ട് അതെവിടെങ്കിലും ഒന്ന് തിരികെ ചേർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഖുർആൻ ക്രോഡീകരിച്ച പൊട്ടന്മാർ അത് തീർത്തും അനവസരത്തിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരികെയും വെച്ചു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാ The verse was revealed about the monks with whom Salman Faris kept company. When Salman went to see the messenger of Allah, he informed him about their worship and striving. He said, "O messenger of Allah, they used to pray and fast. They believed in you and bore witness that you will be sent as a prophet." When Salman finished his praise of them, Allah's messenger said, "O Salman, they are of the dwellers of hellfire." Allah then revealed. അപ്പോൾ ഈ മങ്കുകള്, ജൂതന്മാരായിട്ടുള്ള പുരോഹിതന്മാർ മുഹമ്മദിനെ വരെ അംഗീകരിക്കാൻ തയ്യാറാണെന്നും അവർ നല്ല മനുഷ്യന്മാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ജൂതരെയും മുഹമ്മദിനെയും കൂടെ പാലം കെട്ടി യോജിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്.
പക്ഷെ മുഹമ്മദിന് അറിയാം ജൂതന്മാർ ഈ പറയുന്നതൊന്നും ശരിയല്ല, ജൂതന്മാരെ കുറിച്ചൊന്നും. ജൂതന്മാർ മുഹമ്മദിൻ്റെ ഉടായ്പൊക്കെ മനസ്സിലാക്കിയവരാണെന്നും മുഹമ്മദിന് മക്കയിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് മുഹമ്മദ് ആ കാര്യമൊക്കെ മനസ്സിൽ മറച്ചു വെച്ചിട്ട് സൽമാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തൽക്കാലം തട്ടിവിട്ടതാണ്. അവർക്ക് മോക്ഷം കിട്ടും, അവരായിട്ട് തന്നെ ജീവിച്ചാലും അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഈ പറഞ്ഞത്. അവരെന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അന്ത്യദിനത്തിൽ വിശ്വസിച്ചാൽ മതി, അതുകൊണ്ടല്ലോ. അതൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി. അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്താണ്? അതാണ് ഇപ്പോൾ സൽമാൻ വിശദീകരിച്ചു കൊടുത്തത്. അവർ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താണ് ജീവിക്കുന്നത് അവിടെ ജൂതന്മാരായിട്ട് തന്നെ. അപ്പം അത് മതി, കുഴപ്പമില്ല, അവർക്ക് മോശം കിട്ടും, ബേജാറാവണ്ട എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ സന്ദർഭം. ഈ സന്ദർഭം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരികിടയും പൊട്ടും. അപ്പോൾ ഈ നുണ പറയാൻ പറ്റില്ല. ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് മാത്രമാണ് ഖുർആന്റെ ആശയമെന്നും അത് ഇതിന് വിരുദ്ധമാണ് എന്നുമുള്ള വസ്തുത പുറത്തു വരും. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം പൂർണ്ണമായി മറച്ചു വെച്ചിട്ട് അത് ജൂതന്മാരെ ഒന്ന് ആക്കിയതാണ് എന്ന മട്ടിലൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരികയാണ് ഇന്ന് നമ്മളെ മൗദൂദിയും നമ്മളെ അമാനി മൗലവിയും അതുപോലുള്ള കൂട്ടരൊക്കെ ചെയ്യുന്നത്. ഇത് സത്യത്തിൽ ഖുർആനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ്. ഇന്ന് ആധുനിക ലോകത്ത് ഖുർആനെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഖുർആനിൽ നിന്ന് മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയ ഒരു നിധിയാണ്, മുത്താണ് ഇത് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കോമഡി. പക്ഷെ ആ മുത്ത് എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ ഖുർആന്റെ കാറ്റ് പോകും. നമ്മുടെ നരേന്ദ്രമോദിയുടെ കാറ്റ് പോയ പോലെ തന്നെ ഖുർആന്റെ മൊത്തം കാറ്റ് പോകും. ഇതാണ് അവസ്ഥ. ഈ ഒരു വൈരുദ്ധ്യം നമ്മുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാനാണ് ഇന്ന് വ്യാഖ്യാതാക്കൾ ഉരുണ്ടുമറിയുന്നത്. ഇതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഖുർആനിൽ പിന്നെയും അതുമായിട്ടൊന്നും ബന്ധമില്ലാതെ കഥ പറഞ്ഞു പോവുകയാണ്. 63 നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്ക് ഇതേ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം നൽകിയത് ഗൗരവബുദ്ധിയോടെ ഏറ്റെടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾ പുറകോട്ട് പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു. നിങ്ങളിൽ നിന്ന് സബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. അങ്ങനെ നാം അതിനെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി. ഇവിടെ 2 പൊട്ടക്കഥകളാണ് പറയുന്നത്. ഒന്ന്, ഈ യഹോവ ഇസ്രായേലിയർ എന്തോ അനുസരണക്കേട് കാണിച്ചപ്പോഴോ അതല്ലെങ്കിൽ അവർ വേണ്ടത്ര വിശ്വസിക്കാൻ തയ്യാറാവാത്ത സമയത്തോ അവരുടെ തലയിൽ കൂടെ ഒരു മല പൊന്തിച്ച് വെച്ചിട്ട് ഗുണ്ടായുസം കാണിച്ചു യഹോവ. എന്നിട്ട് ആ ഗുണ്ടായുസം കാണിച്ചിട്ട് അവരെ വിശ്വസിപ്പിച്ചു എന്ന ഒരു കഥയാണ്. ഇത് ബൈബിളിൽ ഇല്ല, ബൈബിളിൻ്റെ അനുബന്ധ കഥകളിലൊന്നുമില്ല. ഇതിൻ്റെ റെഫറൻസ് ആരും കൊടുത്തിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള കഥകൾക്കൊക്കെ താൽമൂദിലോ ബൈബിളിലോ എവിടെയെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ മൗദൂദി അവിടെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിനോട് സാമ്യമുള്ളതായിട്ട് ബൈബിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഹോവ സീനായ് മലയിലേക്ക് ഇറങ്ങി വന്ന് മോശയ്ക്ക് 10 കൽപ്പന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിൽ മലയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മലയുടെ മുകളിൽ കുറച്ച് തീയും പുകയൊക്കെ പാടുണ്ടായി. പിന്നെ അവിടെ ആകപ്പാടെ ഒരു ചെറിയൊരു കുലുക്കുണ്ടായി എന്ന് പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. ആ പുകയും കുലുക്കവും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് മുഹമ്മദ് അത് വേറെ ഇവിടുന്നോ കേട്ട് മനസ്സിലാക്കിയിട്ട് മല തലേൻ്റെ മേലെ പൊതിച്ച് നിർത്തി എന്നിട്ട് ഗുണ്ടായുസം കാണിച്ചു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൊട്ടക്കഥ അവിടെ പറയുന്നത്. അല്ല, പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ 16 മുതലുള്ള കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിന്റെ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്തു നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിനെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശെ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം മരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശയെ കയറി ചെന്നു. ഈ ഒരു രംഗമാണ് ബൈബിളിലുള്ളത്. അപ്പോൾ അവിടെ ദൈവം, യഹോവ എന്ന് പറയുന്ന ഉമ്മണി വലിയ ദൈവം,
ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന മഹാസംഭവങ്ങളാണ് പറയുന്നത്. ഒന്ന് ഇറങ്ങുന്ന മല അതിന് ചുറ്റുപാട് വന്നിട്ട് കുലുങ്ങി എന്ന് പറഞ്ഞാൽ വലിയൊരു കുലുക്കമൊന്നുമില്ല. ഒരു റിക്ടർ സ്കെയിൽ വെച്ചാൽ ഒരു 3.5 വരുന്ന ഒരു ചെറിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. പിന്നെ ഒരു മലയ്ക്ക് ഇറങ്ങിയപ്പോൾ മലേൻ്റെ മുകളിൽ കുറച്ച് പുകയും കുറച്ച് തീയൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഇപ്പോൾ സാധാരണ ഏതൊരു ആൾദൈവം വരുമ്പോഴും അല്ലെങ്കിൽ ഒരു മാജിക്കാരൻ വരുമ്പോഴും കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകളാണ്. ഇവിടെ യഹോവ എന്ന കുട്ടി ദൈവത്തിൻ്റെ പോരിശയും മഹത്വവും പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ കഥ എഴുതിയ മനുഷ്യന്മാർ അന്നത്തെ അവരുടെ ഭാവനയും അറിവും വെച്ചിട്ട് അവർക്ക് വലുതാക്കി കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു ദൈവത്തിനെ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിൻ്റെ വലുപ്പത്തെയും ഭൂമിയെയും അതിലുള്ള ചെറിയ മലേൻ്റെ വലുപ്പവും ഇതൊക്കെ കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ദൈവം എന്ന് പറയുന്ന കുട്ടിപ്പടച്ചവൻ എത്ര ചെറുതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കോമഡി. ഈ മല എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തെ കോട്ടക്കുന്നിൻ്റെ അത്ര ഉയരമുള്ള ചെറിയൊരു കുന്നാണ്. ഞാൻ കണ്ട സ്ഥലം. അവിടെ എല്ലാ മലകളും ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന ഒരു തരം ഭൂമിശാസ്ത്രമാണ്. നമ്മളെ ഹിമാലയത്തിലെ ചില സ്ഥലങ്ങളുടെ മാതിരി ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന ചുവന്ന മണ്ണുള്ള കുന്നുകളാണ്. അതിലൊരു കുന്നിൻ്റെ മുകളിലാണ് പടച്ചവൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ ഇറങ്ങിയപ്പോൾ ഇടിഞ്ഞതാണെന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഖുറാൻ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കാണിക്കുക. പക്ഷേ ആ പ്രദേശത്തുള്ള മുഴുവൻ മലകളും അങ്ങനെ ഇടിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു അതിലൊക്കെ കിടന്ന് ഇറങ്ങിയതുകൊണ്ടായിരിക്കും ഈ മല എല്ലാം ഇടിഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് അവിടെ അങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന ചെറിയ ചെറിയ കുന്നുകളാണ്. അങ്ങനത്തെ ഒരു കുന്നുമ്മക്ക് ഇറങ്ങി വന്നു എന്നും അപ്പോൾ കുറേ പുക ഉണ്ടായി എന്നും അപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിപ്പടച്ചവനായ യഹോവയെ ഊതി വീർപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ കഥ എഴുതിയ ആൾക്കാർ. അതിനെയാണ് മുഹമ്മദ് കുറച്ചും കൂടെ അത് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് പുക കൂടിയെന്നതിന് പകരം മലകെട്ട് പൊന്തിച്ച് തലയിക്കിടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് മലയൊക്കെ പൊന്തിച്ച് തലയിക്കിടാൻ നോക്കിയിട്ട് ഗുണ്ടായുസൊക്കെ കാണിക്കേണ്ട ആവശ്യം? ഒരു ദൈവത്തിൻ്റെ ഗതികേടല്ലേ? ദൈവത്തിന് താൻ ദൈവമാണ് മക്കളെ എന്ന് സ്വന്തം സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ മാതിരി ചീള് പരിപാടികളൊക്കെ നടത്തേണ്ട വല്ല ആവശ്യമുണ്ട്? ഗുണ്ടായുസം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അങ്ങനെ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അന്നത്തെ മനുഷ്യർ എത്ര ചീപ്പായിട്ടാണ് വിഭാവനം ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനല്ലാതെ ഈ കഥകളൊന്നും ഇന്നത്തെ മനുഷ്യർ വായിച്ച് ചിരിക്കാമെന്നതിനപ്പുറത്ത് ഒരു ഗുണപാഠവും നൽകുന്നില്ല. ഇതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി അങ്ങനെ മല കൊണ്ട് പൊന്തിച്ച് തലയിൽ കൂടെ ഇടാൻ നോക്കി ഗുണ്ടായുസം കാണിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കറാമത്താണ് പിന്നെ പറയുന്നത്. എന്നിട്ട് ശേഷവും നിങ്ങൾ പുറകോട്ട് പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയായത് എന്നാണ് ഇവിടെ യൂതന്മാരോട് പോയിട്ട് മുഹമ്മദ് പറയുന്നത്. നിങ്ങളിൽ നിന്ന് ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. അങ്ങനെ നാം അതിനെ അക്കാലത്തും പിൽക്കാലത്തും ഉള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് തത്വോപദേശവുമാക്കി. ഇതാണ് വേറൊരു പട്ടക്കഥ. ഈ കഥയും റെഫറൻസ് ഒന്നും കാണുന്നില്ല. അത് താൽമൂദിലുണ്ടോ അതല്ലെങ്കിൽ ബൈബിളിലും താൽമൂദിലും ഒന്നും ഇല്ലാത്ത കഥ അന്ന് ഈ പെരുങ്കൊല്ലൻ്റെ ആലയിൽ നിന്ന് കഥ പറഞ്ഞു കൊടുത്ത ആൾക്കാർ മുഹമ്മദിന് വെറുതെ പടായി പറഞ്ഞു കൊടുത്തതാണോ, ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാടോടി കഥയാണോ യക്ഷിക്കഥയാണോ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കഥ ഇതിനകത്ത് മുഹമ്മദിന് ഇവിടുന്ന് കിട്ടി. മുഹമ്മദ് അതും കൊണ്ടുവന്ന് ഇവരോട് വിളമ്പുക. എന്താ സംഭവം? ഈ ശബ്ബത്ത് ആചരിക്കുന്ന ശനിയാഴ്ച ദിവസം വേറൊരു പണിയും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ യഹോവ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ പാടില്ല. ഒക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാന്നല്ലാതെ അന്ന് ഒരു പണിയും ചെയ്യാൻ പാടില്ല. പീടികയിൽ പോകാൻ പാടില്ല, സാധനം വാങ്ങാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല, ഒരു പണിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ പണി ചെയ്താൽ അവർക്ക് മരണശിക്ഷ കൊടുക്കണം എന്നാണ് ഒരുപാട് സ്ഥലത്ത് ഇത് ആവർത്തിച്ചിട്ടില്ല. അത്രയും ഭീകരമായ ഒരു കുറ്റമായിട്ടാണ് കാണുന്നത്. ശനിയാഴ്ച നിങ്ങളൊരു പീടികയിൽ പോയി ഒരു ഉണക്കമീൻ വാങ്ങിയാൽ നിങ്ങൾക്ക് മരണശിക്ഷയാണ്. അത്രയും ഭീകരമായിട്ടുള്ള തെറ്റായിട്ടാണ് ഈ സാധനം അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അന്ന് ഏതോ ഇസ്രായേലിയർ ഇതിനെ ധിക്കരിച്ചുകൊണ്ട് കടലിൽ പോയിട്ട് മീൻ പിടിച്ചു എന്നുള്ളതാണ് കേസ്. കാരണം അന്ന് മീനിങ്ങനെ കിടന്ന് പുളക്കിയിരുന്നു. തലേ ദിവസം മീൻ പിടിക്കാൻ പോയപ്പോൾ ഒറ്റ മീനുമില്ല. പക്ഷേ ഈ ശനിയാഴ്ച നേരെ വിളിച്ചാകുമ്പോൾ മീനുകൾ ഇങ്ങനെ ചാടാൻ തുടങ്ങിയപ്പോൾ അവർ പ്രലോഭിതരായിട്ട് അവരവിടെ പോയിട്ട് മീൻ പിടിച്ചു. അങ്ങനെ മീൻ പിടിച്ചതോടുകൂടി യഹോവക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ആ മീൻ പിടിച്ച ആൾക്കാരെ മുഴുവൻ പിടിച്ചിട്ട് കുരങ്ങന്മാരാക്കി കളഞ്ഞു എന്നാണ് അള്ളാഹിൻ്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കുരങ്ങനാക്കൽ കഥ. അപ്പോൾ മനുഷ്യന്മാരൊക്കെ കുരങ്ങനാക്കണ പണിയൊക്കെയാണ് അള്ളാഹ്ക്ക്. എന്തിനാണ് മീൻ പിടിച്ചത്? ശനിയാഴ്ച മീൻ പിടിച്ചത്.
എന്നിട്ട് നമ്മളോട് എന്താ ഈ കഥ പറഞ്ഞതിന് ശേഷം പറയുന്നത്? ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവും ആക്കി. എന്ത് മാങ്ങാത്തൊരു ഗുണപാഠം അതിലുണ്ട്. ശനിയാഴ്ച മീൻ പിടിച്ചാൽ കുരങ്ങനാവുന്നതാണ് ഗുണപാഠം. അതോ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച മീൻ പിടിച്ചാൽ പോയാൽ കുരങ്ങന്മാരാവുന്നതാണ്? ക്രിസ്ത്യാനികൾ ഞായറാഴ്ച മീൻ പിടിച്ചാൽ പോയാൽ കുരങ്ങന്മാരാവുന്നതാണ്? എന്ത് ഗുണപാഠം അതിനകത്തുള്ളത്? ദൈവത്തിന് ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അന്ന് മനുഷ്യന്മാർ പണിയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരൊരു നിസ്സാര കാര്യം അന്ന് വരെ ഒരു കട്ടഞ്ചാലുണ്ടാക്കി, അല്ലെങ്കിൽ ഉണക്കമീൻ വാങ്ങി, അല്ലെങ്കിൽ പൊഴി പോയിട്ട് ഉണ്ടലിട്ട് മീൻ പിടിച്ച് ഇതിന് ആ മനുഷ്യന്മാരെ പിടിച്ച് കുരങ്ങനാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പടച്ചോൻ്റെ ഒരു നിലവാരം? എന്നിട്ട് ആ സാധനം ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഗുണപാഠമുള്ളതാണത്രേ. എന്ത് ഗുണപാഠം കൂട്ടരെങ്കിലും പറഞ്ഞു തരി. ശനിയാഴ്ച മീൻ പിടിച്ചാൽ കുരങ്ങനാവും എന്നൊരു ഗുണപാഠമാണോ ഇത് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച അവഗണിക്കുകയാണല്ലോ ഇന്ന് മുസ്ലിങ്ങൾ ഇസ്ലാം മതം വന്നതോടുകൂടി ചെയ്യുന്നത്. ഇസ്ലാമുകൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഇല്ലല്ലോ, അവർക്ക് വെള്ളിയാഴ്ച മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ശബ്ബത്തില്ലല്ലോ, അവർക്ക് ജുമാസ്കാരം മാത്രമല്ലേ ഉള്ളൂ. ഇത് ജുമായ്ക്ക് ബാധകമാണോ? ജുമായ്ക്ക് പോകുന്ന വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ചൂണ്ടലിടാൻ പോയാൽ ഓൻ കുരങ്ങനാകുമോ? പിന്നെ എന്ത് ഗുണപാഠം അതിനകത്തുള്ളത്? ഇതൊക്കെ ബാലിശമായിട്ടുള്ള പണ്ടത്തെ മനുഷ്യന്റെ ഭാവന വൈകൃതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പൊട്ടക്കഥകൾ എന്നതിനപ്പുറത്തേക്കും ഇന്ന് ഇതൊക്കെ വായിച്ച് ചിരിച്ച് നമുക്ക് മനുഷ്യനുണ്ടാക്കിയ ദൈവത്തിന്റെ നിലവാരം മനസ്സിലാക്കാം എന്ന ഒരു ഗുണപാഠത്തിനപ്പുറത്തേക്കും ഇതിനകത്ത് വേറെ എന്ത് ഗുണപാഠമാണുള്ളത്? എനിക്കുള്ള ഗുണപാഠം, നമ്മളെ പോലുള്ളവർക്കുള്ള ഗുണപാഠം, മനുഷ്യൻ ഭാവനയിൽ ഒരു കാലത്ത് നെയ്തുണ്ടാക്കിയ ദൈവം എന്ന് പറയുന്ന കഥാപാത്രം, ആ ദൈവം എന്ന കഥാപാത്രത്തെ മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യന്റെ അതേ നിലവാരത്തിലുള്ളതാണ് എന്ന പച്ച പരമാർത്ഥമാണ് ഇതിലുള്ള ഗുണപാഠം. മനുഷ്യനെ ദൈവമല്ല, ദൈവത്തെ മനുഷ്യനാണ് നിർമ്മിച്ചത് എന്ന പച്ചയായ സത്യമാണ് ഈ കഥകളിലൂടെയൊക്കെ തലവെക്കുന്ന ഗുണപാഠം എന്ന് പറയുന്നത്. വേറൊരു ഗുണപാഠവും ഇതിനകത്തില്ല. ശനിയാഴ്ച മീൻ പിടിച്ചാലും വെള്ളിയാഴ്ച മീൻ പിടിച്ചാലും ഞായറാഴ്ച മീൻ പിടിച്ചാലും ഒരു മനുഷ്യനും കുരങ്ങനാകാനും പോകുന്നില്ല. ഒരു പടച്ചോനെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ കുരങ്ങ് മനുഷ്യനായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പരിണാമ സിദ്ധാന്തത്തെ പരിഹസിക്കുന്ന ആളുകൾക്ക് മീൻ പിടിച്ച മനുഷ്യൻ കുരങ്ങനായി എന്ന് വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത് ലോകാവസാനം വരേക്കുള്ള ഗുണപാഠമാണ് എന്നും പറഞ്ഞിട്ട് ഈ പൊട്ട പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇനിയും കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഇതുപോലുള്ള മടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതാണ് ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ നിലവാരം. ഇതാണ് ബൈബിൾ എന്ന് പറയുന്ന വേറൊരു വേദഗ്രന്ഥത്തിൻ്റെ നിലവാരം. ഖുർആനിലും ബൈബിളിലും കൂടെ കളിക്കുന്ന ഈ കോമിറ്റി കളിക്കുന്ന യഹോവ എന്ന എട്ടുകാലി മമ്മൂഞ്ഞായ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ നിലവാരം ഇതാണ്. ഇത്രയേ നമുക്ക് ഇതൊക്കെ വായിച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഗുണപാഠമായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഞാൻ നിർത്തുന്നു. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.